പാലക്കാട് IIT-യിൽ വിദ്യാർത്ഥിനിയെ ആക്രമിച്ച കേസിൽ 3 മാസത്തോളം പ്രതിക്ക് വേണ്ടി പോലീസ് ഇരുട്ടിൽ തപ്പി. ആരാണ് ആക്രമിയെന്നോ അയാളുടെ ഉദ്ദേശം എന്തായിരുന്നെന്നോ കണ്ടെത്താൻ പോലും കഴിയാതിരുന്നത് സേനയ്ക്ക് വലിയ നാണക്കേടായി. ഫെബ്രുവരി 23-ന് നടന്ന ആക്രമണത്തിൽ പ്രതി ഒടുവിൽ പിടിയിലായിരിക്കുന്നു. കൊൽക്കത്ത സ്വദേശി സുമനെ നാളുകൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് കസബ പോലീസ് പിടികൂടിയത്. IIT ക്യാമ്പസിൽ വെച്ചാണ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി അശ്വനിക്ക് നേരെ ആക്രമണമുണ്ടായത്. ഫെബ്രുവരി 23-ന് രാത്രിയായിരുന്നു ആക്രമണം. രാത്രി 8:30-യോടെ അക്കാഡമിക് ബ്ലോക്കിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് സുഹൃത്തുക്കൾക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ നടന്നു പോവുകയായിരുന്നു അശ്വിനി കണ്ണൻ. മറ്റു വിദ്യാർത്ഥികൾക്ക് പിന്നാലെ നടക്കുകയായിരുന്ന അശ്വിനിയെ ഇരുട്ടിന്റെ മറവിലെത്തിയാൽ തലക്കടിച്ച് വീഴ്ത്തുകയായിരുന്നു. അശ്വിനിയുടെ നിലവിളി കേട്ട് സഹപാഠികൾ ഓടിയെത്തുമ്പോൾ തലയിൽ നിന്ന് രക്തം വാർന്ന് അബോധാവസ്ഥയിലായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അശ്വിനിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണം നടന്ന സ്ഥലത്ത് CCTV ക്യാമറകളും വെളിച്ചവുമില്ലാത്തത് അന്വേഷണത്തിന് വെല്ലുവിളിയായിരുന്നു. തുടർന്ന് ക്യാമ്പസിലെ നിർമ്മാണ ജോലികൾക്കായി എത്തിയ അതിഥി തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് നടത്തിയ പോലീസ് അന്വേഷണമാണ് വഴിത്തിരിവായത്. ആക്രമണത്തിന് ശേഷം അതിഥി തൊഴിലാളിയായ സുമൻ പാലക്കാട്ട് നിന്ന് മുങ്ങിയതായി പോലീസ് കണ്ടെത്തി. ഒളിവിലായിരുന്ന സുമനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കൊൽക്കത്തയിൽ നിന്ന് പ്രതിയെ പിടികൂടിയത്. പാലക്കാട് കസബ പോലീസ് കൊൽക്കത്തയിലെത്തി ഒരാഴ്ച നീണ്ട തിരച്ചിലിനൊടുവിലാണ് പ്രതിയെ സാഹസികമായി പിടികൂടിയത്. പാലക്കാട്ടെത്തിച്ച പ്രതി സുമനെ ഉന്നത പോലീസ് സംഘം ചോദ്യം ചെയ്തു. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 പാലക്കാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.